വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു ചാനലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുവാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, ഏറ്റവും അടുത്തവരോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്ത് ഷെയർ ചെയ്ത് അവർക്ക് കൂടി ഇത് കാണാൻ ഇടയാകട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗുജറാത്തിൽ നിന്നുള്ള EJ ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യത്തിനായി, ദൈവിക അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ച് തന്നെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറി ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെയും ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിങ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ, ജീവിത വിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും, സ്വന്തം ജീവിത ലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ, സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ, തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹളം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക. കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. വില 200 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422150, www.amazon.in എന്ന വെബ്സൈറ്റിലൂടെയോ www.blessingtodayshop.com എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ, പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് 23 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ GEM ഹോസ്പിറ്റൽ, ടൗൺ ഹാളിന് പുറകുവശം, സാഹിത്യ അക്കാദമി റോഡ്, ചെമ്പുക്കാവ്, തൃശൂർ. യേശുവിനെ സ്നേഹിക്കുന്നവരെല്ലാം ചേർന്ന് പാടാം. ലോർഡ് ഐ ലവ് യു. കരങ്ങളെ ഉയർത്തി, തലയ്ക്ക് മുകളിൽ കരങ്ങളെ വീശി ഹല്ലേലൂയ.
ശബ്ദമുയർത്തി സകലവും മറന്ന് കരങ്ങളെ വീശി വായിലുള്ള ശബ്ദം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുവാൻ എടുത്തുകൊണ്ട് കൂടുതൽ ശബ്ദത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ കരങ്ങളും വീശി വാതോരാതെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. പലരും അറിയാത്തതിനെ ആരാധിക്കുമ്പോൾ നാം അറിയുന്ന രക്ഷകനെ, അറിയുന്ന ദൈവത്തെ, അടുത്തറിയുന്ന ദൈവത്തെ വായ്കൾ തുറന്ന് ആരാധിക്കാം. മറ്റുള്ളവർ മൗനമായിട്ട് നിന്നാലും കർത്താവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ഞാൻ എന്റെ ദൈവത്തെ എല്ലാ കാലത്തും സ്തുതിക്കും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്റെ ഇരിക്കും. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവനുള്ളതെല്ലാം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. സ്തുതികളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. സ്തുതികളുടെ നടുവിൽ ദൈവം ചിലരെ സ്പർശിക്കുന്നു. സ്തുതികളുടെ മധ്യത്തിൽ ദൈവം ചിലരെ കെട്ടിപ്പുണർന്ന് ആശ്വസിപ്പിക്കുന്നു. സ്തുതികളുടെ മധ്യത്തിൽ ദൈവം ചിലരോട് സംസാരിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് നിർബന്ധമായി കണ്ണുകളടച്ച് ദൈവത്തിലേക്ക് മാത്രം നോക്കി സങ്കടങ്ങളെല്ലാം നീർച്ചാല് പോലെ ഒഴുകിപ്പോകുന്നു. നിന്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ ഒഴുകിപ്പോകുന്നു. നിരാശ മുഴുവൻ ഇപ്പോൾ മാറിപ്പോകുന്നു. സ്തുതികളുടെ മധ്യത്തിൽ കൈയൊത്തിരി വേദനിച്ചാലും കുഴപ്പമില്ല. കൈകളെ വീശി ആരാധിക്കാം. We worship you, Jesus, Lord. We worship you, Jesus. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. ഞാൻ പറയാൻ പോകുന്നത് പിടിച്ചെടുക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. പറഞ്ഞേ, അത് ഉറക്കെ അങ്ങ് പറഞ്ഞു. പിടിച്ചെടുക്കുന്ന വിശ്വാസം. ചിലരുടെ വിശ്വാസം അല്പവിശ്വാസമാണ്, അല്പം വിശ്വാസമുള്ളൂ. ചിലരുടെ വിശ്വാസം സംശയം കലർന്ന വിശ്വാസമാണ്. വിശ്വാസമുണ്ട്, പക്ഷെ ഇടക്ക് സംശയം, വേവറിങ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ചിലരുടെ വിശ്വാസം കുറച്ചുകൂടെയൊക്കെ കൂടിയതാണ്. ചിലരുടെ വിശ്വാസത്തെ പറയുന്നത് വലിയ വിശ്വാസം എന്നാണ്. യേശു തന്നെ പറയുന്നുണ്ട് ചിലരെ കുറിച്ച് വലിയ വിശ്വാസം. ബൈബിൾ മറ്റൊരു തരം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, മലകളെ നീക്കുവാനുള്ള വിശ്വാസം. എന്ന് വെച്ചാൽ മുമ്പിൽ വരുന്ന തടസ്സങ്ങളെ നീക്കി മാറ്റി മുന്നിലോട്ട് പോകുന്ന വിശ്വാസം. പലതരം വിശ്വാസമുണ്ട്. അതിൽ ഒരു വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. പിടിച്ചെടുക്കുന്ന വിശ്വാസം. പറയാമോ? 3 പ്രാവശ്യം പറഞ്ഞേ. ഒന്നുകൂടെ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അത് നേടിയെടുത്തിരിക്കും. അങ്ങനൊരു വിശ്വാസം ചിലർക്കുണ്ട്. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ആമേൻ, തീർന്നു. അങ്ങനെയല്ല ചിലർ. അവർക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അവരതുപോലെ തന്നെ ഒരുപക്ഷെ അടുത്തൊരു 40 കൊല്ലം കൂടെ ഇങ്ങനെ തന്നെ ജീവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. അവരിങ്ങനെ പറയും യേശുവിനോട്, കർത്താവേ, ഇതെനിക്ക് കിട്ടിയേ തീരൂ, ഇതെനിക്ക് തന്നേ തീരൂ, ഞാൻ വിശ്വാസത്താൽ ഇത് നേടിയെടുത്തിരിക്കും. അങ്ങനെ പറയുന്ന ചില വ്യക്തികൾ, ചിലരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കൽ യേശു ഒരു വീട്ടിൽ ഇരുന്ന്
ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് വചനം സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചത്, യേശു ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അയൽപക്കക്കാർ, നാട്ടുകാരെല്ലാം വന്ന് തിങ്ങിക്കൂടാൻ തുടങ്ങി. അപ്പോൾ ആ വീട്ടിലകത്ത് യേശു ഇരിക്കുകയാണ്. ഞാനിങ്ങനെ സങ്കല്പിക്കുന്നു, ആ വീട്ടിലെ വിരുന്നുകാർക്കുള്ള മുറിയിൽ, അല്ലെങ്കിൽ ആ മെയിൻ ഹാളിൽ യേശു ഇരിക്കുകയാണ്, ഒരു കസേരയിൽ എന്ന് വിചാരിക്കുക. മെയിൻ ഹാളിൽ, ലിവിങ് റൂമിൽ യേശു ഇരിക്കുക. അപ്പുറത്ത് ബെഡ്റൂമുകളുണ്ട്, അടുക്കളയുണ്ട്, ബാത്റൂം കാണുമായിരിക്കാം, ഇതെല്ലാം ഉണ്ട്. ജനങ്ങൾ അറിഞ്ഞും കേട്ടും വന്ന് 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 ലിവിങ് റൂം നിറഞ്ഞു, ബെഡ്റൂമുകളെല്ലാം നിറഞ്ഞു, ബാത്റൂമുകൾ നിറഞ്ഞു. അതിനുശേഷം വീടിന് വെളിയിൽ ആളുകൾ നിൽക്കുകയാണ്. ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, വാതിലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ വീടിന് ചുറ്റും ആളുകളാണ്. അങ്ങനെ യേശു ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 4 പേർ, പറഞ്ഞേ എത്ര പേരാ? 4 പേർ ചെയ്തൊരു പരിപാടി അവിടെ എഴുതിയിട്ടുണ്ട്, ബൈബിളിലുണ്ട്. അവർ ചെയ്തത്, തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ, വർഷങ്ങളായി വീട്ടിൽ ഒരു ചലനശേഷിയുമില്ലാതെ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ കിടക്കയോടുകൂടി ചുമന്നുകൊണ്ട് വന്നിരിക്കുക, ബെഡോടുകൂടി കൊണ്ടുവന്നിരിക്കുക. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, യേശുവിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണം. പക്ഷെ മീറ്റിങ്ങിന് ഹൗസ്ഫുൾ ആയതുകൊണ്ട് അകത്ത് കയറാൻ സാധ്യമല്ല. ഒരു തരത്തിലും യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ യേശു ഒന്ന് പുറത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാനോ ഉള്ള അവസരം അവിടെയില്ല. നമ്മളാണെങ്കിൽ ഉടൻ തന്നെ ഈ ബെഡോടുകൂടെ ടേൺ എടുത്ത് അവിടെ ഹൗസ്ഫുൾ, അവിടെ അങ്ങ് നിന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. ഇവനെയും ചുമന്നുകൊണ്ട് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് ഇനി നമ്മളും കൂടെ കിടപ്പാവും. അതിനേക്കാൾ നല്ലത് 5 പേര് കിടപ്പാവുന്നതിനേക്കാൾ നല്ലത് ഇവനെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഇവർ ചെയ്തത് അതല്ല. അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പിടിച്ചെടുക്കുന്ന വിശ്വാസം. പറഞ്ഞേ, പിടിച്ചെടുക്കുന്ന വിശ്വാസം. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറ, പിടിച്ചെടുക്കുന്ന വിശ്വാസം. പിടിച്ചെടുക്കുന്ന വിശ്വാസം. വീണ്ടും പിടിച്ചെടുക്കുന്ന വിശ്വാസം. ജനങ്ങൾ ഉറക്കെ പറ, പിടിച്ചെടുക്കുന്ന വിശ്വാസം. അവർ ചെയ്തത്, ഇവനെ ഏതായാലും തിരിച്ചു ചുമന്നുകൊണ്ട് വന്ന പ്രശ്നമില്ല, ഇവൻ തന്നെ നടന്ന് വീട്ടിൽ പോകണം. ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവന്നു, തിരിച്ച് ഇവനെയും ചുമന്നുകൊണ്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. ഇവനെ യേശു സൗഖ്യമാക്കും, പക്ഷെ എങ്ങനെയെങ്കിലും ഇവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കണം. 4 പേരും കൂടിയാലോചിച്ചു. 4 പേരുടെ തലച്ചോർ കൂടിയാലോചിച്ചപ്പോൾ ഒരു പക്ഷേ അതിലൊരാൾ പറഞ്ഞു കാണും, നമുക്കൊരു പണിയാം, നമുക്കെല്ലാവർക്കും കൂടി ഈ വീടിന് മുകളിലോട്ട് അങ്ങ് കയറാം. മുകളിൽ കയറിയിട്ട് കുറേ ഓടുകളൊക്കെ ഇളക്കി മാറ്റി മേൽക്കൂര കുറച്ച് പൊളിച്ചിട്ട് 4 മൂലയിലും, ഈ ബെഡിൻ്റെ 4 മൂലയിൽ കയറ് കെട്ടി ഇവനെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി വയ്ക്കാം. ബാക്കി കാര്യം യേശു ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സംഭവിച്ചതറിയാമോ? 4 പേർ മുകളിൽ കയറി, അവർ മേൽക്കൂര പൊളിക്കാൻ തുടങ്ങി. ഒരു കിടക്ക, ഒരു മനുഷ്യൻ ഇറങ്ങത്തക്ക അത്രയും ഭാഗത്ത് അവർ മേൽക്കൂര പൊളിച്ചു. ഒരുപക്ഷെ അതിനകത്തിരുന്ന് യേശുവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തൊക്കെയോ മേല് ശരീരത്തിലൊക്കെ വീഴുന്നത് കണ്ട് നോക്കുമ്പോഴാണ് കാണുന്നത്, ഇതാ വരുന്ന ഒരു വലിയ ദ്വാരം. 4 കയറ് മൂലകളിൽ കെട്ടി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ ആ മേൽക്കൂരയിൽ ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ താഴേക്ക് പതുക്കെ ഇവർ കയറിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ നേരെ ഇതാ ഒരു തളർവാദ രോഗി തൂങ്ങിക്കിടക്കുന്നു. യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കിടക്കെടുത്തുകൊണ്ട് വീട്ടിൽ പൊക്കോ. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സംഭവിച്ച അത്ഭുതം അറിയാമോ? ആ മനുഷ്യൻ ഉടൻ തന്നെ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരുപക്ഷെ മുമ്പിൽ താഴെ ഇറക്കി വെച്ച് കാണും. ആ കിടക്കയിൽ നിന്നും അയാൾ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ട് 5 വർഷമായി കാണും, 10 വർഷമായി കാണും, 20 വർഷമായി കാണും. എത്ര വർഷമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനേക വർഷങ്ങളായി തളർന്നു കിടന്ന ആ മനുഷ്യൻ അന്ന് ചാടി എഴുന്നേറ്റ് കിടക്ക ചുരുട്ടി തലയിൽ വെച്ചുകൊണ്ട് കൂളായി വീട്ടിൽ പോയി. അങ്ങനത്തെ വിശ്വാസമുള്ള ആരെങ്കിലും നിലമ്പൂരിലോ പരിസര പ്രദേശങ്ങളിലോ ഉണ്ടോ? ഇന്ന് നീ പോകുന്നതിന് മുൻപ് ഒരു അത്ഭുതം കൊണ്ടേ പോകൂ. ഒത്തിരി പേര് വരുന്നു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ. അവർക്കൊരു 2 കടലാസ് കിട്ടി, പ്രാർത്ഥന വിഷയം എഴുതാനായിട്ട് ഒരു ചുമന്ന പേപ്പർ കിട്ടി, ഒരു കവറ് കിട്ടി, 2 പുസ്തകം കിട്ടി. ഇതൊക്കെ കൊണ്ട് അവർ വീട്ടിൽ പോകുമ്പോൾ
ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരത്ഭുതവുമായി വീട്ടിൽ പോകാൻ പിടിച്ചെടുക്കുന്ന വിശ്വാസമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നാളെ നിന്റെ സാക്ഷ്യമാണ് ലോകം കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്നവരോട്, മാധ്യമങ്ങളിൽ കാണുന്നവരോട് ഞാനിപ്പോൾ പറയുന്നു, നിന്നെ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന ഒഴുക്കുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം നിൽക്കുകയാണ്. ഒരു ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, സ്റ്റോപ്പ്. അതവിടെ നിൽക്കട്ടെ. അടിയൊഴുക്കുകൾ നിൽക്കട്ടെ, പ്രശ്നങ്ങളുടെ ഒഴുക്കുകൾ നിൽക്കട്ടെ, കലഹങ്ങളുടെ ഒഴുക്കുകൾ നിൽക്കട്ടെ, ദാരിദ്ര്യത്തിന്റെ ഒഴുക്ക് യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ. പിടിച്ചെടുക്കുന്ന വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയിട്ട് യേശുവിനോട് പറ, കർത്താവേ, ഇന്നൊരു അത്ഭുതത്തെ ഞാൻ നിന്നിൽ നിന്നും പിടിച്ചെടുക്കുകയാണ്. എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കുകൾ, എയർ കറണ്ടുകൾ, വാട്ടർ കറണ്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിൽക്കട്ടെ. പിശാചിന്റെ പ്രവേശന കവാടത്തെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ എന്നും എന്നേക്കുമായി കൊട്ടിയടക്കാൻ കുടുംബനാഥന്മാർ തീരുമാനിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് സാത്താൻ പ്രവേശിക്കുന്ന ചില വാതിലുകളുണ്ട്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് കൊട്ടിയടയ്ക്കുക. ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? കോട്ടിയടയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ വാതിലാണെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തീരുമാനിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം ഇനി ഞാൻ കഴിക്കുകയില്ല. മറ്റൊരു പ്രശ്നമാണെങ്കിൽ അവിടെ നിർത്തുക. പിശാച് വരുന്ന കടന്നുവരവുകളെ സ്റ്റോപ്പ് ചെയ്യുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ ശ്വാസകോശത്തിലുള്ള മൊത്തം കാറ്റ് ഉപയോഗിച്ച് ഹല്ലേലൂയ. അത്രയും പോരാ, ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞോ. നീ പറയുന്ന ഓരോ ഹല്ലേലൂയയിലും നിനക്ക് വിടുതലുണ്ട്, നിന്റെ വീട്ടിൽ വിടുതലുണ്ട്. ഒരു ശക്തിയേറിയ ഹല്ലേലൂയ പറയുമ്പോൾ ക്യാൻസർ സെല്ലുകൾ യേശുവിന്റെ നാമത്തിൽ കത്തിച്ചാമ്പലാകാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ വാതരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ കത്തിപ്പോകട്ടെ. ജനങ്ങൾ പറയുന്ന ഹല്ലേലൂയയുടെ ശബ്ദത്തിൽ രോഗാണുക്കൾ യേശുവിന്റെ നാമത്തിൽ കൊല്ലപ്പെടട്ടെ. രോഗശക്തികൾ വെളിയിലേക്ക് പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അംഗവൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വളഞ്ഞതെല്ലാം നേരെയായി വരട്ടെ. കൈകൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയാം. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ ആൻറ്റിയുടെ പേര് ഗ്രേസി എന്നാണ്. താൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി ഒത്തിരി നാളുകളായി കാണുന്നൊരു വ്യക്തിയാണ്. 2014 ഇവിടെ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ ആൻറ്റി വന്ന് പങ്കെടുത്തായിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് താൻ ഇവിടെ വന്ന് പങ്കെടുത്തപ്പോഴേക്കും അന്നത്തെ തൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, തൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് 5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. പല സമയങ്ങളിലും ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞു. ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ തൻ്റെ യൂട്രസിനകത്ത് നല്ലൊരു മുഴയുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, സ്കാനിങ് കഴിഞ്ഞിട്ട് പറഞ്ഞത്, എന്തോ ഒന്ന് വിരിഞ്ഞ് ഒരു പൂ പോലുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. അത്രയ്ക്ക് വലിപ്പമുള്ള എന്തോ ഒന്ന് യൂട്രസിനകത്തുണ്ട് എന്ന് സ്കാനിങ്ങിൽ കണ്ടു പറഞ്ഞു. ഫൈബ്രോയിഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? അവർക്ക് തന്നെ മനസ്സിലാകത്തില്ല. സ്കാനിങ്ങിൽ അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞത്, സാധിക്കുമെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ അല്ല, ഈ ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞത് കൊണ്ട്. അല്ല, അന്ന് കുഞ്ഞുങ്ങളില്ല. അന്ന് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറയുന്നത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പിന്നീട് ചികിത്സയ്ക്കോ അങ്ങനെ അല്ലെങ്കിൽ മറ്റൊന്നിനോ അവർ പോയില്ല. ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് 2014 പറഞ്ഞേ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നുകൂടി പറഞ്ഞു. എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുമ്പോൾ, ഏതെങ്കിലും റിപ്പോർട്ടുകൾ കേട്ട് ഞെട്ടേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഈ മകൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 2014 ഈ ആൻറ്റി ഇവിടെ വരുന്ന സമയത്ത് ഈ പ്രയർ റിക്വസ്റ്റ് ഫോം തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ താൻ അതിൽ ഈ വിശദമായി ഈ മോളുടെ ആവശ്യം എഴുതിയിട്ടു. ഡാമിയൻ ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. സാധാരണ പോലെ പ്രാർത്ഥിച്ചു. താൻ മടങ്ങിപ്പോയി. അങ്ങനെ ഈ ആൻറ്റി അന്ന് പൂനെയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെയാണ് അന്ന് ഇത് പ്രയർ റിക്വസ്റ്റ് എഴുതിയിട്ട് താൻ പോവുകയും ചെയ്തു. തിരിച്ചുപോയി. ഏതാണ്ട് ആ വർഷം തന്നെ
സെപ്റ്റംബർ മാസമായപ്പോഴേക്കും ആൻറ്റിയുടെ മോള് പ്രഗ്നൻ്റായി നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചോന്ന് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്ത് കുഞ്ഞിനെ കിട്ടി? 2 ആൺകുട്ടികളെ കിട്ടിയോ? ട്വിൻസ് ആയിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതാ, പക്ഷേ 2 ഭടന്മാർ പുറത്തേക്ക് പോകും, ആൺകുട്ടികൾ പുറത്തേക്ക് പോകും. ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നുണ്ട്. ആര്? കുഞ്ഞുങ്ങള് കാണാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ എത്ര? 3 വയസ്സ്. 3.5 വയസ്സായി. അവര് പറയും, പനി വരുമ്പോ പറയും പ്രാർത്ഥിക്കും അമ്മച്ചി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ നിന്നും വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തിക്കോ. ദേവദാസന്മാരെ കൈകൾ ഉയർത്തിക്കോ, പ്രാർത്ഥിക്കാം. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട് ഇന്നിവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന യേശുവേ, അങ്ങ് അവരുടെ കണ്ണുനീരിനും ശൂന്യതയ്ക്ക് ഒരു അറുതി കൊടുത്ത് അവർക്ക് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അവരെ തൊടണമേ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ സഹോദരിയുടെ മകൾക്ക് വേണ്ടി ചെയ്തത് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Listen to this. Without the Holy Spirit, there could be no believer on earth. ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഈ ലോകത്ത് ഒരു വിശ്വാസി ഉണ്ടാകുന്നില്ല. Without the Holy Spirit, there is no prayer life. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഒരു പ്രാർത്ഥനാ ജീവിതമില്ല. Without the Holy Spirit, there can be no Christian church. ഓർക്കുക, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ക്രിസ്തീയ സഭയുണ്ടാകുന്നില്ല. Do you say amen to that? നിങ്ങൾ അതിനൊരു ആമേൻ ഉറക്കെ പറയാമോ? I am preaching that without the Holy Spirit, we cannot do any Christian activity. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെ യാതൊരുവിധ ക്രിസ്തീയ പ്രവർത്തനങ്ങളും സാധ്യമല്ല. Without the Holy Spirit, no healing. പരിശുദ്ധാത്മാവില്ലാതെ രോഗസൗഖ്യമില്ല. Without the Holy Spirit, no miracle. പരിശുദ്ധാത്മാവില്ലാതെ അത്ഭുതങ്ങളില്ല. Without the Holy Spirit, no testimony. പരിശുദ്ധാത്മാവില്ലാതെ ടെസ്റ്റിമണി ഇല്ല. Without the Holy Spirit, no prophetic utterance. പരിശുദ്ധാത്മാവില്ലാതെ പ്രവചനിക വാക്കുകളില്ല. Without the Holy Spirit, no character change. പരിശുദ്ധാത്മാവില്ലാതെ സ്വഭാവ രൂപാന്തരമില്ല. Without the Holy Spirit, we cannot survive at all. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. The Holy Spirit will be the CEO of your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ CEO ആയിരിക്കും. This year, we are accepting the Holy Spirit as the CEO of our life and our church. ഈ വർഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെയും നമ്മുടെ സഭയുടെയും CEO ആയി പരിശുദ്ധാത്മാവിനെ നാം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ, വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ്. നമുക്ക് ഏവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നാളുകളായി ബ്ലീഡിംഗ് പ്രോബ്ലമുള്ളൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ നിൽക്കട്ടെ. ഇൻ ജീസസ് നെയിം. സിവിയർ അലർജി ചില ശരീരങ്ങളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുകയാണ്. പൂർണ്ണമായി അലർജി മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം.
സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നു പോയൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. അസ്ഥികളിൽ എവിടെയോ നേരത്തെ പൊട്ടലുണ്ടായി, എന്നാൽ ഇപ്പോൾ വീണ്ടും അവിടെ എന്തോ പ്രയാസങ്ങൾ വന്ന് കയ്യിലുള്ള ഏതോ അസ്ഥിയിൽ എന്തോ പ്രയാസം വന്നിട്ട് വീണ്ടും അത് കൈ അനക്കുവാനും ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. വിവിധ രീതിയിലുള്ള വാതരോഗങ്ങൾ സൗഖ്യമാകട്ടെ, മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അപസ്മാരം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. താങ്ക് യു ജീസസ്. ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ കൂടെ നീട്ടിപ്പിടിക്കുക. ഏതൊരു ആവശ്യവും യേശുവിനോട് ഇപ്പോൾ പറയുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, ഏതാവശ്യത്തിലും അങ്ങ് വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ അടിമാലിയിലും തൃശ്ശൂരിലും ഈ വെള്ളിയും ശനിയുമായി നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും വരണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ .tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലെസ്സിങ് ടുഡേ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റഗ്രാമുണ്ട്. അതിലെല്ലാം ഒരു പാർട്ടായി മാറുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ, കമ്പ്യൂട്ടറുകളിൽ എത്തുന്നതായിരിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. Brother Damien ministering in Dubai Blessing Today Festival. The Holy Spirit says, I am bringing a revival in this land. മാർച്ച് 22 വെള്ളിയാഴ്ച 5:30 PM to 7:30 PM. ABC Hall near Al Mulla Plaza. Hall number 7, Office entrance Al Nada. Contact 0563 422 132. സൂപ്പർ സൺഡേ തിരുവനന്തപുരത്ത് ബ്രദർ ഡാമിയൻ ആന്റണി നേതൃത്വം നൽകുന്ന അനുഗ്രഹദായകമായ വചന ശുശ്രൂഷ മാർച്ച് 24 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, കോട്ടയ്ക്കകം. എക്സ്പീരിയൻസ് റിയൽ മൂവ് ഓഫ് ഗോഡ്. ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂരിൽ മാർച്ച് 29, 30, 31 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് വിടുതലിനായി ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂർ. വിശ്രാന്തി നിലയം CSI വിമൻസ് ഹൗസ്, ഇൻഫൻട്രി റോഡ്, ഓപ്പോസിറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ, ബാംഗ്ലൂർ. കോൺടാക്ട് 9170 220 12173.